നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. രണ്ടാം ക്ലാസ്സുകാരി മേധ ഇഷാനിയുടെ രണ്ടാമത്തെ പുസ്തകമായ മഴത്തുള്ളിൽ പ്രകാശനം ചെയ്തു. കവിയും ഗാനരചയിതാവുമായ രമേശ് കവി പ്രകാശന കർമ്മം നിർവഹിച്ചു. പേരാമ്പ്ര ചെറുവാളൂർ GLP സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി മേധ ഇഷാനി എന്ന 7 വയസ്സുകാരിയുടെ രണ്ടാമത്തെ പുസ്തകമായ മഴത്തുള്ളികൾ ഇടം ആർട്ട് ഗാലറി ഓഡിറ്റോറിയത്തിൽ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ രമേശ് കാവിൽ പ്രകാശനം ചെയ്തു. പുത്തൻ ടെക്നോളജിയുടെ അതിപ്രസരത്തിൽ കുഞ്ഞുങ്ങളിലെ സർഗപരത മുരടിച്ചു പോകാതെ സജീവമാക്കാൻ അധ്യാപകരുടേതെന്ന പോലെ രക്ഷിതാക്കളുടെയും കടമയാണെന്നും അത് വർത്തമാനകാലത്തിന്റെ അനിവാര്യതയാണെന്നും അദ്ദേഹം പറഞ്ഞു. പുസ്തക പ്രകാശനം നടക്കാത്ത ഒരു ദിവസവും കേരളത്തിൽ ഇല്ല എന്നതാണ് ചുറ്റും. ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. ആയിരക്കണക്കിന് പുസ്തകങ്ങളുള്ള ലൈബ്രറികൾ നമ്മുടെ വിദ്യാലയങ്ങളിലുണ്ട്, നാട്ടിലുണ്ട്, ഒരുപാട് പ്രസിദ്ധീകരണങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ വായന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വായന ഒട്ടും മരിച്ചു പോയിട്ടില്ല. വായന മരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ വലിയവർ ഉണ്ടാക്കുന്ന ഒരു രീതി മാത്രമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വായനയൊന്നും മരിച്ചു പോയിട്ടില്ല. ഗൗരവമുള്ള വായന ഉണ്ടാവുന്നുണ്ടോ എന്ന് നമുക്ക് ആശങ്കപ്പെടാമെന്നല്ലാതെ വായന സജീവമായി നിൽക്കുന്നൊരു കാലത്ത് തന്നെയാണ്. കുട്ടികൾ വായിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്, എഴുതുന്നത് നന്നായി മറ്റുള്ളവർ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ഒക്കെ നടക്കുന്നുണ്ട്. ചെറുവാളൂർ GLP സ്കൂൾ പ്രധാനാധ്യാപകൻ M സതീശൻ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങി. VK ഭാസ്കരൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചിത്രകാരൻ ശ്രീനി പാലേരി മുഖ്യാതിഥിയായി. അവരുടെ സർഗസൃഷ്ടികളും പ്രകാശനം ചെയ്യപ്പെടുന്ന ഒരു ഇടമാണ് ഇത്. ഇങ്ങനെയുള്ള ഈ ഇടത്തിൽ അതിൽ ലയിക്കാൻ വേണ്ടിയിട്ട് മാലാഖമാർ ചിറകുവച്ച് വരികയും ഈ പ്രകൃതി സംഗീതം പൊഴിക്കുകയും ചെയ്യും. അതിവിടെ മാത്രമല്ല, ലോകത്തിലെവിടെയായാലും കുഞ്ഞുങ്ങളുടെ സർഗ സൃഷ്ടികളും അവരുടെ പുഞ്ചിരിയും മുതിർന്നവരുടെ ലോകത്തിൽ സന്തോഷമുണ്ട്. നമ്മളെപ്പോലുള്ള ഒരുപാട് ആൾക്കാരുടെ ഹൃദയത്തിലേക്ക് സന്തോഷം ചെയ്യുന്ന ഒരു അവസരമാണ്. ചിത്രകാരനും ഇടം ആർട്ട് ഗാലറി ഡയറക്ടറുമായ CK കുമാരൻ മാസ്റ്റർ ഉപഹാര സമർപ്പണം നടത്തി. JN പ്രേംബാസിൻ, P ബിന്ദു, വത്സൻ മഠത്തിൽ, MK ബിന്ദു, വീണ ചന്ദ്രൻ, സുരേഷ് നൊച്ചാട്, PP ലിംന തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. CK കുമാരൻ മാസ്റ്റർ സ്വാഗതവും വത്സൻ എടക്കോടൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.